ബീൻസ് കറി തയ്യാറാക്കാനായിട്ട് നമ്മൾ സോയാബീൻസ് 200 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് 2 സവാള, പൊട്ടറ്റോ 2 എണ്ണം, ടൊമാറ്റോ 2 എണ്ണം, പച്ചമുളക് 2 എണ്ണം, വെളുത്തുള്ളി 7 അല്ലി, ഇഞ്ചി 1 കഷ്ണം എന്നിവയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള വഴട്ടിയെടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. വെച്ചിട്ടുള്ള പച്ചമുളകും പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തക്കാളിക്ക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് സോയാബീൻസ് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്ത് അല്പം വെള്ളം ഒഴിച്ച് വേവിക്കാം. ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. പൊട്ടറ്റോ ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടിയും ഗരം മസാലയും ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി സോയാബീൻസ് കറി റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം കഴിക്കാം. അതുപോലെ തന്നെ വളരെ എളുപ്പമായതുകൊണ്ട് എല്ലാവർക്കും ഇത് തയ്യാറാക്കാൻ സാധിക്കും.